രണ്ടാമത് വന്ന കേട്ടോ മുഴുവൻ കേക്ക് ബഹളമൊന്നും ഉണ്ടാക്കണ്ട മുഴുവൻ കേക്ക്. മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാഡി, ബ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാഡി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോളാണ് അടങ്ങിയിരിക്കുന്നത്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ നിങ്ങളിപ്പോൾ കാണുന്നത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ ഒരു മെഴുകലാണ്. അതായത് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് മദ്യ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മദ്യത്തിന്റെ നികുതിയിൽ ഇളവ് വരുത്തുവാനായിട്ടൊരു ഭേദഗതി ഉണ്ടാക്കിയത് അന്നാണ്. ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്ത് ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെ കാണുന്നത്, അല്ല ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് വി.ഡി. സതീശൻ സർക്കാർ പറയുന്നത്. ഇന്ന് വി.ഡി. സതീശൻ ഇത് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനെ ആ ഒരു നിയമസഭയിൽ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊങ്ങികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, അല്ലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വലിയ രീതിയിലാണ് BGM ഒക്കെ ഇട്ടുകൊണ്ട് സാധനം അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് പിണറായി വിജയനെ നിയമസഭയിൽ വലിച്ചു കീറിയ വി.ഡി. സതീശൻ, കമ്മികളുടെ അഹങ്കാരം തീർത്ത, കമ്മികളുടെ അണ്ണാക്കിൽ തിരിയിട്ടുകൊണ്ട്, അല്ലെ അണ്ണാക്കിൽ തീ കോരിയിട്ട വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലുകളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ട വേറൊരു വീഡിയോയും കൂടിയുണ്ട്, ഞാൻ അതെന്തായാലും നിങ്ങളെ കാണിക്കാം. അതിന് മുൻപ് തന്നെ പിണറായി വിജയൻ ഇവിടെ ഇരുന്നിട്ട് മദ്യ മാഫിയകൾക്ക് വലിയ ഒത്താശ ചെയ്ത് കൊടുത്തതാണെന്നാണ് ഇവരുടെ ഒരു ഭാഷ്യം, അല്ല ഇവരെടുത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ശരവേഗത്തിലാണ് ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നതും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കുന്നതും. ഇതിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി വലിയ തെളിവുകളുമായിട്ടൊക്കെ നിയമസഭയിൽ ഘോര പ്രസംഗം നടത്തുന്നുണ്ട്. അയാളത് പറയുമ്പോഴും അയാളുടെ കയ്യിലിരിക്കുന്ന ഫയലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്, കൈ വിറയ്ക്കുന്നുണ്ട്. കാരണം കള്ളം പറയുമ്പോൾ വിറയ്ക്കും കണ്ണ് താഴും എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ എന്തൊക്കെയോ പുള്ളിക്കാരന് പറ്റുന്നുണ്ട്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ വി.ഡി. സതീശൻ വലിയ തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ട് പിണറായി വിജയന്റെ മുന്നിലേക്ക് ഇങ്ങനെ നിർത്തി കാണിച്ചിട്ട്, നിങ്ങളാണ് സാർ, നിങ്ങളാണ് ഈ സാധനം സാങ്ഷൻ ചെയ്തത്, അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുത്തത്, അല്ലാതെ ഞാനല്ല എന്നാണ് മെഴുകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം പിണറായി വിജയൻ ചെയ്യുന്നതിൻ്റെ തുടർച്ചയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ഒരു സാമാന്യ ബോധത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എന്തുകൊണ്ട് ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? എന്തുകൊണ്ട് റെയിൽ എന്ന് പറയുന്നൊരു പദ്ധതി മുന്നിലേക്ക് കൊണ്ടുപോകുന്നില്ല? എന്തുകൊണ്ട് വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം നിങ്ങൾ നടത്തുന്നില്ല? എന്തുകൊണ്ട് വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് നിങ്ങൾ മുന്നിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങി വെക്കാനായിട്ട് പോകുന്നില്ല? എന്തുകൊണ്ട് സ്ത്രീകളുടെ ആ ഒരു പെൻഷൻ തുക, അല്ലെങ്കിൽ എല്ലാ ആളുകളുടെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 2000 രൂപയിൽ നിന്ന് 3000 ആക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം എല്ലാ മാസവും അവർക്കൊരു പഠനത്തിന് വേണ്ടിയിട്ട് സഹായമായിട്ട് നൽകുമെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് അത് നൽകുന്നില്ല? ഈ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് ചോദിക്കണം. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഞാൻ ഈ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ രീതിയിൽ പിണറായി വിജയനെ അങ്ങ് കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൊങ്ങികളുടെ കുറച്ച് അടിമ മക്കൾ വന്ന് വലിയ മെഴുകലാണ് കമൻറ്റ് ബോക്സിൽ. എടാ മോനെ, നീയൊക്കെ അത് അടിച്ചിട്ടത് മാത്രമല്ലേ കണ്ടുള്ളൂ, അതിന് മുൻപുണ്ടായിരുന്നൊന്നും നീ ഒന്നും കണ്ടിട്ടില്ല, നീ ഒന്നും കാണത്തുമില്ല. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് തന്നെ MP രാജേഷ് എന്ന് പറയുന്ന ആ ഒരു പുലിക്കുട്ടി എന്നൊക്കെ നമുക്ക് വിളിക്കാം അല്ലേ, ആ ഒരു സഖാവ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. അങ്ങനെ ഒരു വി.ഡി. സതീശൻ്റെ കള്ളക്കഥയും പൊളിയുകയാണ്. എന്താണ് കള്ളക്കഥ? ആ കള്ളക്കഥ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. 28 ബാറുകൾ ഉണ്ടായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് 2016. ആ 2016 28 ബാർ എന്നുള്ളത് പിണറായി വിജയൻ വന്നതിന് ശേഷം 900 ബാറുകളായിട്ട് മാറി. ആ 900 ബാറുകൾ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും കുടിപ്പിക്കുകയാണ് അത്രേ പിണറായി വിജയൻ. അങ്ങനെയെങ്കിൽ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതോടുകൂടി, അല്ലെ മദ്യത്തിന്റെ വില കുറയ്ക്കുക, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വില കുറയ്ക്കുന്നതോടുകൂടി നിങ്ങൾ പ്രതിനിധാനം ചെയ്യാൻ പോകുന്നത് മദ്യപിക്കാത്ത ഒരു കേരളത്തിലെ ജനസമൂഹത്തിനെയാണോ? വി.ഡി. സതീശൻ സവർക്കറെ, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കീശ വീർപ്പിക്കണം. മദ്യ മാഫിയകളുമായിട്ട് ഒരു സഖ്യം ചേർന്നുകൊണ്ട്, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കുടിപ്പിച്ച് കിടത്തി ആ പണം കൂടി നിങ്ങളുടെ ആ ഒരു വെള്ള പോക്കറ്റിലിട്ടിങ്ങനെ വീർപ്പിക്കണം. സ്വന്തം കീശ വീർപ്പിച്ച് സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അരി ആഹാരങ്ങൾ മേടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തും പോരാട്ട നാടകങ്ങളും അല്ലേ ഇതൊക്കെ? അതാണെന്ന് എല്ലാവർക്കും അറിയാന്നേ. നിങ്ങൾ എത്ര മെഴുകിയാലും അതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു മെഴുകലിന്
സതീശൻ അവർക്ക് അല്ലെ സതീശൻ സവർക്കർക്ക് ഒരു കൃത്യമായിട്ടുള്ള മറുപടിയാണ് എം പി രാജേഷ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ക്യാപ്സ്യൂളും തകർന്നിരിക്കുകയാണ്. ഇതൊന്നും കൊങ്ങികളുടെ കൂട്ടത്തിലുള്ള വലതുപക്ഷ മാധ്യമങ്ങളോ വലതുപക്ഷ അനുഭാവികളോ വലതുപക്ഷ സൈബർ പോരാളികളോ കാണില്ലെന്നേ. കമന്റ് ഇടുന്ന തൊഴിലാളികൾ, ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികളും കാണില്ല. അവർക്കെല്ലാം പിണറായി വിജയന്റെ പുക കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഇവിടെ കാണണ്ടേ, കണ്ടു നോക്കാം. 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്തിന് 900 ചില്ലാൻ ബാറ്. 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം തരിക. ഉമ്മൻചാണ്ടി ബാറ് കൂട്ടി LDF ഗവൺമെന്റ് വന്ന ഇഷ്ടംപോലെ ബാർ അനുവദിച്ചു എന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ UDF പ്രചരിപ്പിക്കുന്ന കള്ളം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയാം. കഷ്ടം തോന്നുന്നു. മുഖ്യമന്ത്രി ഈ സോഷ്യൽ മീഡിയ സൈബർ പോരാളികളുടെ കള്ളം പറയുന്ന നിലവാരത്തിലേക്ക് എത്തിയതിൽ കഷ്ടം തോന്നുന്നു. ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ചെയ്തത് 11 മുതൽ 14 വരെ ഇഷ്ടംപോലെ ബാർ ലൈസൻസ് അനുവദിച്ചു. ബാർ ലൈസൻസ് കൊടുത്തതിൽ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലൈസൻസ് എല്ലാം റദ്ദാക്കിയെന്ന് മാത്രമല്ല, റദ്ദാക്കിയ എല്ലാ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. സ്വൽക്കൊള്ളം ബാർ ലൈസൻസ് റദ്ദാക്കി, പക്ഷെ ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ 813 ബിയർ വൈൻ പാർലറുകൾ പ്രവർത്തിച്ചിരുന്നു. 813 ബിയർ വൈൻ പാർലറുകൾ. അതുപോലെ ബെവ്കോയുടെ 306 ഔട്ട്ലെറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. എന്താ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത്? സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ആധികാരികമായിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ ബാറും കൂട്ടി ആണോ? 813 ബിയർ വൈൻ പാർലറുകൾ, 306 വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ ബെവ്കോയുടെ അതുണ്ടായിരുന്നു. LDF ഗവൺമെന്റ് വന്നപ്പോഴോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബിയർ വൈൻ പാർലറാക്കി മാറ്റിയ ബാർ ഹോട്ടലുകൾ ക്ലാസിഫിക്കേഷൻ കൈവരിച്ചപ്പോൾ പുതുക്കി നൽകി. അതല്ലേ ചെയ്തത്? അങ്ങനെ ഇപ്പൊ നിലവിൽ എത്ര ഉണ്ട്? 896 ബാർ ഹോട്ടലുണ്ട്. അന്ന് ബാർ ഹോട്ടൽ ബിയർ വൈൻ പാർലറാക്കി മാറ്റിയത് എത്ര ഉണ്ടായിരുന്നു? എല്ലാം കൂടി 813. ഇപ്പോ 896. ഇതല്ലേ വസ്തുത? ഇതില്ലേ കണക്ക്? ഇപ്പൊ 10 വർഷം മുമ്പ് 813, ഇന്ന് 896. 10 വർഷത്തിന് ശേഷം. എന്നിട്ടാണ് പറയുന്നത് അന്ന് എല്ലാം കൂട്ടി ഇപ്പൊ എല്ലാം തുറന്നുകൊണ്ടത്. ഇനി മദ്യ ഉപഭോഗത്തിന്റെ കണക്കിലേക്ക് വരാം. മദ്യമൊഴുക്കി എന്നിങ്ങനെ കവലപ്രസംഗത്തിൽ പറയുന്നത് പോലെ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. 2011-നും 2026-നും ഇടയിൽ ഒരു UDF സർക്കാരിന്റെയും 2 LDF സർക്കാരിന്റെയും കാലയളവിലെ താരതമ്യമാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് 2012-13. ആരാ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി. ഏതാ ഗവൺമെന്റ്? UDF-ന്റെ. UDF-ന്റെ 5 വർഷത്തെ കൊങ്ങികളെ നിങ്ങൾ ഇതൊന്നുകൂടെ ഒന്ന് കേൾക്കണം കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഇടാം. പറയുന്നത് അന്ന് എല്ലാം കൂട്ടി ഇപ്പൊ എല്ലാം തുറന്നുകൊണ്ടത്. ഇനി മദ്യ ഉപഭോഗത്തിന്റെ കണക്കിലേക്ക് വരാം. മദ്യമൊഴുക്കി എന്നിങ്ങനെ കവലപ്രസംഗത്തിൽ പറയുന്നത് പോലെ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. 2011-നും 2026-നും ഇടയിൽ ഒരു UDF സർക്കാരിന്റെയും 2 LDF സർക്കാരിന്റെയും കാലയളവിലെ താരതമ്യമാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് 2012-13. ആരാ മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി. ഏതാ ഗവൺമെന്റ്? UDF-ന്റെ. UDF-ന്റെ 5 വർഷത്തെ ശരാശരി മദ്യ ഉപഭോഗം, ശരാശരി ഒരു വർഷത്തെ 5 വർഷം എടുത്താൽ ഓരോ വർഷത്തെയും ശരാശരി മദ്യ ഉപഭോഗം 341.264 ലക്ഷം കേസ്. ഇനി മദ്യമൊഴുക്കി എന്ന് പറയുന്ന LDF സർക്കാരിന്റെ കാലത്ത്, ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് 322.182 ലക്ഷം കേസ്. അതായത് 341-ൽ നിന്ന് 322 ലക്ഷം കേസായി കുറഞ്ഞു. ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് 322 ലക്ഷം കേസായി കുറഞ്ഞു. രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് 315 ലക്ഷം കേസായിട്ട് കുറഞ്ഞു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കാൻ. മുഖ്യമന്ത്രി എവിടെയോ കിടക്കുന്ന കുറച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് പ്രിന്റ് എടുത്തുകൊണ്ട് അണികൾ പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയോ ഇങ്ങനെ ചവച്ചരച്ച് തിന്നിട്ട് അത് തുപ്പാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ തെളിവുകളെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കൊങ്ങികൾ വലിയ രീതിയിൽ ഇപ്പോൾ മെഴുകുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയകളിലെല്ലാം വലിയ രീതിയിലെടുത്ത് പോസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സാധനങ്ങളും ഇത് തന്നെയാണ്. പിണറായി വിജയന്റെ ഈ എന്താ പറയുക മുൻചുണ്ടി, അല്ല പിണറായി വിജയന്റെ കൊമ്പ് മുറിച്ചു, പിണറായി വിജയന്റെ കഴുത്തറുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെഴുകുന്നത്. എടാ മക്കളെ, നീയൊന്നും വിചാരിച്ചാൽ നിന്നെ ഒന്നും കൂട്ടിയ കൂടത്തില്ല. നീയെന്നല്ല, നിന്റെയൊക്കെ പാർട്ടിയിലുള്ള എത്ര തലമൂത്ത കൊങ്ങികൾ വിചാരിച്ചാലും അയാളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ഇരട്ടച്ചങ്കൻ എന്നൊരു വിളിപ്പേരിൽ കേരളത്തിലെ ജനങ്ങൾ വിളിക്കുന്നത് കേട്ടോ. അടിമകളല്ല, നല്ല ജനങ്ങൾ വിളിക്കുന്നത്. പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്താണ് ബാറുകൾ 900 ബാറുകളാക്കിയതെന്നുള്ളത്. ആ മരിച്ചുപോയ പാവം പിടിച്ച ഉമ്മൻചാണ്ടിയും കൂടി ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? ആ പാവം പിടിച്ച ബഹുമാന്യനായ ആദരണീയനായ ഒരു മനുഷ്യനെ കൂടി ഇതിൽ വലിച്ചിഴക്കുന്നത് കൊണ്ട് കൊങ്ങികൾക്കൊരു വിനോദം അല്ലെങ്കിൽ ഒരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കും.
ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്താണ് 900 ബാറുകൾ ഇവിടെ ഉണ്ടായിരുന്നതെന്നും അതിനെയെല്ലാം ഈ പാർലറുകളാക്കി, ബിയർ പാർലറുകളാക്കി, പിന്നീട് കോഴ പ്രശ്നം വന്നപ്പോൾ പൂട്ടിക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ എം ബി രാജേഷ് തെളിവ് സഹിതം പറയുന്നത്. ഇതിനെതിരെ സംസാരിക്കാനായിട്ട് വി ഡി സതീശൻ ജിക്ക് സാധിക്കുമോ? സാധിക്കുമായിരിക്കും. ഇനി വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്ന പുതിയ വാർത്തകളും എടുത്തുകൊണ്ട് നാളെ പ്രിന്റ് എടുത്തുകൊണ്ട് നിയമസഭയിൽ വരുമായിരിക്കാം. എന്നാലും ആണൊരുത്തൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ മുട്ടിമുട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോരാ സതീശൻ ജി. നിങ്ങളുടെ ഈ മെഴുകലുകളൊന്നും പോരാ. അയാൾ ഈ ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിച്ചൊരു മുഖ്യമന്ത്രിയാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ അവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നത് വാങ്ങി തിന്നിട്ട് നിയമസഭയിൽ വന്ന് തുപ്പുന്നൊരു മുഖ്യമന്ത്രി ആയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി അല്ല. അപ്പം അതുകൊണ്ട് തന്നെ മുട്ടാൻ നിൽക്കുമ്പോൾ തൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളിൻ്റെ പവർ എന്താണെന്നും തൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്താണെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മുട്ടാൻ നിൽക്കണം. അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയായി പോകും, മുട്ടിപ്പോകും. ഇതിപ്പോൾ വി ഡി സതീശന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ എന്താ ഇതിന് മെഴുകുന്നത് എനിക്കൊന്ന് കാണണം കേട്ടോ. പിണറായി വിജയൻ ഇവിടെ എല്ലാവരെയും കുടിപ്പിച്ച് കിടത്തുകയാണെന്നാണല്ലോ ഇവന്മാരൊക്കെ പറയുന്നത്. ആരെയാണ് കുടിപ്പിച്ച് കിടത്തിയെന്നുള്ളത് നമുക്ക് ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. നാണമുണ്ടോടാ നിനക്കൊക്കെ ഈ മെഴുകലുകളല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പറയാൻ നിനക്കൊക്കെ ലേശമെങ്കിലും ഉളുപ്പുണ്ടോ? കഷ്ടമാണ്, ഇതൊരവസ്ഥയല്ലേ.